Hello, everybody. It is really an honor, and I'm really excited to be here. നിങ്ങളുടെ പ്രിൻസിപ്പൾ പറഞ്ഞ പോലെ ഓൺട്രപ്രണർഷിപ്പ് in today's environment or today's economy, ജോബ്സ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും ജോബ്സും ജോബ് സെക്യൂരിറ്റിയും എല്ലാം ഇപ്പം മാറി തുടങ്ങി. അപ്പം നമ്മൾ സ്വയമായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ച് അതിൽ എക്സൽ ചെയ്താൽ it is really good for our career and our stability and our future, as well as we can create a lot of jobs in the field that we are passionate about. So I am going to talk to you all about my journey as a woman entrepreneur, as someone who started a hotel in Kerala. And really appreciate all of you and thank you all for inviting me. Jiku, we had some slides. Could we put that on? കുറച്ച് സ്ലൈഡ്സ് ഉണ്ടായിരുന്നു, അത് ഇടാൻ പറ്റുമോ? Yes, ma'am. Yes. Yeah. 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 So നിങ്ങൾ എല്ലാവരും കേരളത്തിൽ നിന്ന് ആയ കാരണം യു മേ ബി ഫെമിലിയർ വിത്ത് ദ ബാക്ക് വാട്ടേഴ്സ്. ഇത് ഇമാജിൻ being in the middle of the ocean, but there's no waves. And imagine taking a small boat to get to a particular island. The only way to get there is by boat. അപ്പോൾ ഒരു 8 വർഷം മുമ്പേ ഞാൻ അന്ന് ഓൾറെഡി സിൽക്ക് റൂട്ട് എന്ന് പറഞ്ഞ ഒരു ട്രാവൽ കമ്പനി സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആൻഡ് ഐ വാസ് ലുക്കിംഗ് ഫോർ എൻ ഓഫീസ് സ്പേസ് ഫോർ മൈ ട്രാവൽ കമ്പനി. അപ്പം അങ്ങനെ ഞാനൊരു ഓഫീസ് സ്പേസ് തേടി ഒരു ക്വയറ്റായിട്ടൊരു സ്ഥലം തേടി ഒരു ഐലൻഡിൽ എത്തിയത്, കാക്കത്തുരുത്ത് എന്ന് പറഞ്ഞാൽ അത് ആലപ്പുഴയിലെ ജില്ലയിലെ ഒരു ചെറിയൊരു ഐലൻഡാണ്. ഞാൻ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യത്തെ പ്രാവശ്യം ഞാൻ ബോട്ടിൽ കയറി അവിടെ എത്തി ഒരു സ്മോൾ 30 സെന്റ് പ്ലോട്ട് കണ്ടു. ആൻഡ് ഐ റിയലി ലൈക്ഡ് ഇറ്റ്. വളരെ ക്വയറ്റായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. only way to get there is by boat. അപ്പം ആദ്യം നമ്മൾ അവിടെ ഒരു ഓഫീസ് പണിയണോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ആർക്കിടെക്ട്സിനെ കൊണ്ടുപോയി. ആൻഡ് I realized that പുതിയൊരു ഓൺട്രപ്രണർ ആയപ്പോൾ there was absolutely no funding to get this started. ബാങ്ക്സ് പല വർഷങ്ങളുള്ള IT റിട്ടേൺസ് ഉണ്ടെങ്കിൽ മാത്രമേ ഫണ്ട് ചെയ്യുള്ളൂ. So ഞാൻ ആദ്യം ഓഫീസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് then one of my architects said, why don't we make a hotel? അപ്പം അങ്ങനെ ഞാൻ പല ബാങ്ക്സിനെ കോൺടാക്ട് ചെയ്തു. And I went to about 30 different banks and I got turned down by every single bank. അപ്പം അന്ന് എനിക്ക് 3 lakh rupees ഉണ്ടായിരുന്നു. എന്നിട്ട് അവിടെ 2-3 പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ അങ്ങനെ ആ ബിൽഡിങ്സിൽ സ്വയം ആ 3 lakhs സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അങ്ങനെ ഞാൻ ബാക്ക് വാട്ടറുടെ കുറച്ച് വീഡിയോസ് ഉണ്ടാക്കിയിട്ട് we raised about 30 lakhs പ്രീ സെല് ചെയ്തു റൂംസ്. അങ്ങനെ നമ്മൾ 2 കോട്ടേജുകളാണ് ആദ്യം പണിതത്. And if you look through some of the pictures, we had to carry everything by boat, the bricks, the sand, everything by boat to the island. പിന്നെ പോരാതെ അത് ആ ഒരു റിമോട്ട് ഐലൻഡിൽ ലേഡി ആയ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു അവിടെ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ആദ്യം എനിക്ക് പറ്റിയൊരു കാര്യമായിരുന്നു, ഞാൻ എപ്പോഴും പ്രോജക്റ്റിൽ പോകുമ്പോൾ ചില വർക്കേഴ്സ് ദേഷ്യപ്പെട്ട ഒരു സൈഡിലായിരിക്കും. ഞാൻ അവരോട് ചോദിച്ചു, എന്താ പ്രശ്നം, എന്താ നിങ്ങൾ വർക്ക് ചെയ്യാത്തത്, അതോ എന്താ ഞാൻ പറയുന്നത് കേൾക്കാത്തത്? അപ്പൊ അവര് ദേഷ്യപ്പെട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് സംസാരിക്കണ്ട, സാറെവിടെ, സാറിനോട് സംസാരിച്ചാൽ മതി. അപ്പൊ എനിക്ക് മനസ്സിലായി, they are expecting a man to come there and give them instructions and run the project. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ തന്നെയാ സാറ്, ഞാൻ തന്നെയാ ഈ പ്രോജക്റ്റ് ലീഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ബിഗിനിങ്ങിലുള്ള ഒരു ചെറിയൊരു ഫ്രിക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അവർ വളരെ കോഓപ്പറേറ്റീവ് ആയിരുന്നു. വേറെ ഒരു സ്റ്റോറി എനിക്ക് ഒരു യുണീക്ക് ആയിട്ടുള്ളത്, ഞാൻ ആദ്യം
അവിടെ കല്ലും മണ്ണും ഒക്കെ ഇറക്കി കാക്കത്തുരുത്ത് ഈ റിസോർട്ട് പണിയുന്നതിന്റെ മുമ്പേ. അപ്പം നമ്മൾ കല്ലും മണ്ണും ഇറക്കിയപ്പോൾ കുറെ ബ്ലൂ കോളർ വർക്കേഴ്സ് അവിടെ വന്നു. ഞാൻ അമേരിക്കയിലായിരുന്നു പഠിച്ചത്, അവിടെയാ ജോലി ചെയ്തത്. തിരിച്ച് നാട്ടിൽ വന്ന് എനിക്ക് നാട്ടില് വലിയ പരിചയങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ എന്ത് ടൈപ്പ് ആൾക്കാരാണ്, എന്താണ് ഇവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്തത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവര് യൂണിയൻ വർക്കേഴ്സ് ആണ്. പിന്നെ കേരളത്തിലെ നോക്കുകൂലി ഉണ്ട്. അപ്പൊ അങ്ങനെ അന്ന് എനിക്ക് അവരുടെ കൂടെ ഒരു വഴക്കുണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ നമ്മൾ സോർട്ട് ചെയ്ത് പിന്നെ അവരുടെ കൂടെ നെഗോഷിയേറ്റ് ചെയ്ത്. അപ്പൊ ആസ് എൻ ഓൺട്രപ്രനർ ഐ ഹാഡ് ടു ലേൺ ഹൗ ടു വർക്ക് വിത്ത് ലോക്കൽസ്, how to work with the union, how to work with the bank. അങ്ങനെ കുറേ ചാലഞ്ചസ് ഫേസ് ചെയ്ത് കടന്ന് നമ്മൾ ഈ ഒരു റിസോർട്ട് സ്റ്റാർട്ട് ചെയ്ത്. ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ 2 മുറി മാത്രമേ ഉള്ളായിരുന്നു. 2 മുറി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ബാക്ക് വാട്ടർ, ഈ റിസോർട്ട് തുടങ്ങുന്നതിന്റെ മുമ്പ് ബാക്ക് വാട്ടറുടെ വീഡിയോ ഉണ്ടാക്കി അത് പ്രൊമോട്ട് ചെയ്ത കാരണം നമുക്ക് തുടങ്ങിയ അന്ന് തൊട്ട് 4 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഗസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആ 4 മുറിന്ന് വന്ന റവന്യൂ വെച്ചിട്ട് നമ്മൾ വീണ്ടും ഒരു 2 മുറിയും കൂടെ ചെയ്തു. അങ്ങനെ 2 മുറിയും കൂടെ ചെയ്ത് വളരെ പോപ്പുലറായി. വൺ ഓഫ് ദി മേജർ റീസൺസ് ഫോർ ആ സക്സസ് ആയിരുന്നു, നമ്മൾ വെരി 2 ദിവസം മുമ്പേ നമ്മുടെ ക്ലയൻസ് പറഞ്ഞു നിങ്ങളുടെ ഹോട്ടൽ വളരെ ഹാൻഡ് മെയ്ഡ് ആണ്, നിങ്ങളുടെ ശ്രദ്ധ എല്ലാ സ്ഥലത്തും എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതേപോലെ നമ്മുടെ മെനുവിലും നമ്മുടെ ഡെക്കോറിലും നമ്മുടെ സ്റ്റാഫിലും എല്ലാം ഒരു ലോക്കൽ ടച്ച് വന്നിട്ടുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് അവിടുത്തെ ഫുഡ് നമ്മൾ കാക്കത്തുരുത്തിലോ അല്ലെങ്കിൽ ബാക്ക് വാട്ടേഴ്സിലോ ഉണ്ടാകുന്ന പൊക്കാളി അരി തന്നെയാണ് കൊടുക്കുന്നത്. അതേപോലെ അവിടുത്തെ മീനും എല്ലാം നമ്മൾ ആ വെള്ളങ്ങളിൽ തന്നെ അവിടുത്തെ ഫിഷർമെന്റെ കയ്യിൽ നിന്ന് ആ ലേക്സിൽ നിന്ന് വരുന്ന മീനുകളാണ് ഗസ്റ്റിന് സോഴ്സ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ നമ്മുടെ സക്സസിന്റെ വൺ ഓഫ് ദ മേജർ റീസൺസ് ആയിരുന്നു നമ്മൾ ലോക്കൽ സ്റ്റാഫിനെ തന്നെ ഹയർ ചെയ്തു. അവിടുത്തെ കാക്കത്തുരുത്തില് നിയർലി 600 വില്ലേജേഴ്സ് ഉണ്ട്. അപ്പൊ അവര് കുക്കിങ്ങില് ദേ ആർ റിയലി ഗുഡ്. ഇപ്പം എല്ലാവരും നാട്ടിൻപുറത്താണെങ്കിലും വീട്ടമ്മമാരും അവർ ചെറുപ്പം മുതലേ അവരുടെ ഫാമിലീന് കുക്ക് ചെയ്ത് അവർക്ക് നല്ല ശീലമുണ്ട്. അപ്പൊ ഞാൻ അങ്ങനത്തെ ഹൗസ് വൈഫ്സിനെ ഹയർ ചെയ്തു. പിന്നെ അവർക്ക് കുറച്ച് ട്രെയിനിങ് കൊടുത്തു. ഈ വെസ്റ്റേൺ ട്രാവലേഴ്സ് വരുമ്പോഴോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രാവലേഴ്സ് വരുമ്പം നിങ്ങളുടെ തന്നെ മീൻ കറി കുറച്ച് എരിവും പുളിയും കുറച്ച് ഉണ്ടാക്കുക. അതേ ഫുഡ് നമ്മുടെ നാട്ടുപുറത്ത് കിട്ടുന്ന നാടൻ കറികളെല്ലാം ഹൗ ടു പ്ലേറ്റ് ഇറ്റ് ഇൻ എ വെസ്റ്റേൺ സ്റ്റൈൽ, അത് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ ആ ഒരു നമ്മുടെ ഐലൻഡിന്റെ ഒത്തന്റിസിറ്റി we kept it intact, but we also added an international guest standard or flavor to it. അതേപോലെ നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസ് ഓൺ ദി ഐലൻഡ് ആർ ലെഡ് by the village, by the village staff and by the local people. For example, നമ്മൾ കാക്കത്തുരുത്ത് നമ്മുടെ പ്രോപ്പർട്ടിയിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, ഫിഷിംഗ് വിത്ത് എ ലോക്കൽ ഫിഷർമെൻ. അപ്പൊ അവർക്ക് നമ്മുടെ ഗസ്റ്റിന് നമ്മുടെ ലോക്കൽ ഫിഷർമെന്റെ ബോട്ട് കയറി രാത്രിയോ പകലോ പുലർച്ചെയിലോ അവർക്ക് കായലിന്റെ ഇടയിലേക്ക് പോവാം. എന്നിട്ട് വല വീശി ഫിഷ് പിടിച്ച് തിരിച്ച് കായലിൽ കൊണ്ടുവന്ന് നമ്മുടെ കുക്കിനോട് അത് കുക്ക് ചെയ്യാൻ പറയാം. അതേപോലെ അവിടെ കുറെ ഫെസ്റ്റിവൽസ് ഉണ്ട്. അപ്പൊ ഫെസ്റ്റിവൽസിൽ അവർക്ക് വേണമെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അമ്പലത്തിന്റെ ഉത്സവം ഉണ്ടെങ്കിൽ നമ്മുടെ ഗസ്റ്റിന് പോയിട്ട് അത് കാണാം. വേണമെങ്കിൽ അവർ കുക്ക് ചെയ്യുന്നതിന്റെ കൂടെ കൂടാം, എന്നിട്ട് അവരുടെ കൂടെ ഒരു ഇല സദ്യ കഴിക്കാം. പിന്നെ അവിടെ ഒരു വളരെ യുണീക്കായ ഒരു ആസ്പെക്റ്റ് ആണ് ഈ മീൻ തപ്പിപ്പിടിക്കുന്ന പ്രായമായ സ്ത്രീകള്, ലൈക്ക് ദേ ആർ ഇൻ ദ 70s and 80s. അവരിപ്പോഴും കായലിൽ കൂടെ സ്വിം ചെയ്ത് ഡൈവ് ചെയ്ത് കക്ക വാരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ ഗസ്റ്റ് കാണുമ്പോൾ വളരെ
they are quite inspired by that. ഈ ഒരു പ്രായത്തിൽ 17-18 years, ഇപ്പം ഈ നമ്മുടെ ഫോട്ടോസിൽ നോക്കിയ ഒരു സ്ത്രീ ഉണ്ട്, ഷീസ് 86. പക്ഷെ പുള്ളിക്കാരി ഇപ്പോഴും കായലിൽ നീന്തി കക്കാവായിരുന്നതും അങ്ങനെ. അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസസ് എല്ലാം നമ്മൾ ആഡ് ചെയ്തപ്പം ഭയങ്കര പോപ്പുലറായി. നമ്മുടെ ആ ജസ്റ്റ് 4 മുറിയേ ഉള്ളു, എന്നാലും നമ്മൾ ഭയങ്കര പോപ്പുലറായി. ഈ കോവിഡിന്റെ മുന്നേ വരെ നമ്മൾ ഒരു വർഷം മുന്നേ വി യൂസ് ടു ഗെറ്റ് സോൾഡ് ഔട്ട് 1 year in advance. അത്രയും പോപ്പുലറായ ഒരു പ്ലേസ് ആയിരുന്നു. പിന്നെ നമ്മൾ ഈ നാച്ചുറൽ എക്സ്പീരിയൻസസും ഒത്തൻറ്റിക് ആയിട്ട് ചെയ്തു. പിന്നെ ഒരു ലൈക്ക് ലോക്കൽ സ്റ്റാഫ്, വുമൻ ലെഡ് ബിസിനസ്, അങ്ങനെയൊക്കെ ആയപ്പോൾ കുറെ പ്രസ് ആൾക്കാരും ഭയങ്കര ഇൻട്രസ്റ്റ് കാണിച്ചു. അങ്ങനെ ഒരു 4 വർഷം മുമ്പേ ഒരു നാഷണൽ ജിയോഗ്രാഫിക് ട്രാവലർ എഡിറ്റർ വന്നിരുന്നു. എന്നിട്ട് അവരൊരു 3-4 ദിവസം താമസിച്ചു. എന്നിട്ട് അവർക്ക് കായൽ ഭയങ്കര കാകത്തുരുത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ പ്രോപ്പർട്ടിയും ഭയങ്കര ഇഷ്ടപ്പെട്ടു, ബോട്ട് ടൂവേഴ്സും ആക്ടിവിറ്റീസും എല്ലാം. അപ്പൊ ആ പുള്ളിക്കാരൻ പോയി കഴിഞ്ഞിട്ട് ഒരു 8 മാസം കഴിഞ്ഞപ്പോൾ എന്നോട് ഒരു ഇമെയിൽ അയച്ചു. എന്നിട്ട് മനീഷ, കാക്കത്തുരുത്തിന്റെ സൺസെറ്റിനെ പറ്റി എനിക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആ വില്ലേജിനെ പറ്റി കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ ഞാൻ ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തു. ഞാൻ പുള്ളിക്കാരനെ തിരിച്ചയച്ചു. പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു അന്ന് നാഷണൽ ജിയോഗ്രാഫിക്കിന്റെ ഗ്ലോബൽ എഡിറ്റർ ആയിരുന്നു. തിരിച്ചയച്ചിട്ട് പിന്നെ പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ഒരു റെസ്പോൺസ് ഒന്നും കിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു തിരക്കായ ആൾക്കാരാണല്ലോ, ഇപ്പൊ കുഴപ്പമില്ല. പക്ഷെ ആ ആൻസേഴ്സ് അയച്ച പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പം അറൗണ്ട് ദ വേൾഡ്, ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ കുറച്ച് പേരുണ്ടായിരുന്നു. അവരെന്നെ മെസ്സേജ് ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞു, മനീഷ, ദി ഐലൻഡ് യു വർക്കിംഗ് ഓൺ ഈസ് ഓൺ നാഷണൽ ജിയോഗ്രാഫിക് ട്രാവലർ. അപ്പൊ ഞാൻ ജസ്റ്റ് അന്ന് രാത്രി അത് ഗൂഗിൾ ചെയ്തു, ലൈക്ക് കാക്കത്തുരുത്ത് കായൽ ഐലൻഡ് റിട്രീറ്റ് നാഷണൽ ജിയോഗ്രാഫിക്. അപ്പൊ ഗൂഗിൾ ചെയ്തപ്പം ഐ ഗോട്ട് ന്യൂസ് ആർട്ടിക്കിൾ ദാറ്റ് സെഡ് ബെസ്റ്റ് 24 hours on earth. ആ ബെസ്റ്റ് 24 hours-ൽ 6 AM is Tanzania, 7 AM is Paris, 8 AM is Croatia. അങ്ങനെ 6 PM was Kakaturuth, our island. So I was just really excited. All over ഇന്ത്യയിൽ കാക്കത്തുരുത്ത് എന്ന് പറഞ്ഞ ഒരു ചെറിയ സ്ഥലം മാത്രമേ അവർ സെലക്ട് ചെയ്തുള്ളൂ. എന്നിട്ട് അങ്ങനെ ബെസ്റ്റ് 6 PM എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അത് വലിയ കാര്യമാക്കിയില്ല. അന്ന് രാത്രി ഞാൻ ഇത് കണ്ടിട്ട് ജസ്റ്റ് ഉറങ്ങി. നെക്സ്റ്റ് ഡേ ഞാൻ രാവിലെ എണീറ്റപ്പം I had nearly 600 emails in my email inbox of people that congratulated me and wanted to book Kyle. എന്നിട്ട് we were in every newspaper. എന്നിട്ട് അടുത്ത ദിവസം ഇന്ത്യൻ എക്സ്പ്രസ് എന്നെ ഇന്റർവ്യൂ ചെയ്തു. എന്നിട്ട് അവരുടെ സപ്ലിമെന്റ് സെക്ഷനിൽ ഫ്രണ്ട് പേജിൽ എഴുതി വുമൻ ഓൺടർപ്രനേഴ്സ് ജേർണി ബിഹൈൻഡ് ടൈനി ഐലൻഡ്സ് ഗ്ലോബൽ അക്ലെയിം. അങ്ങനെ ആ സ്റ്റോറി വൈറലായി. നമ്മൾ യാഹൂയുടെ ഫസ്റ്റ് പേജിലായിരുന്നു, ബെറ്റർ ഇന്ത്യയിൽ വന്നു, ഹോട്ട്മെയിലിന്റെ ഫസ്റ്റ് പേജിൽ വന്നു. അങ്ങനെ ആൻഡ് ഐ തിങ്ക് വി ഹാഡ് അബൌട്ട് 1 lakh ഹിറ്റ്സ് ഓൺ അവർ വെബ്സൈറ്റ്. നമുക്ക് 4 മുറിയേ ഉള്ളായിരുന്നു. പക്ഷെ നമ്മൾ ഇത് കവറേജ് വന്ന പിന്നെ നമ്മൾ നിയർലി 1 yearലേക്ക് ഫുൾ ആവാൻ തുടങ്ങി. അപ്പം അന്നാണ് ഞാൻ ഐ റിയലി തോട്ട് നമ്മുടെ ആ എഫേർട്സ്, നമ്മൾ വിചാരിക്കും നമ്മളൊരു ഇത്രയും കഷ്ടങ്ങൾ സഹിച്ച് നമ്മൾ ഒരു ഓൺടർപ്രണർ ആയി, ഇസ് ഇറ്റ് റിയലി വർത്ത് ഇറ്റ്? അപ്പൊ ഇങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് ഇങ്ങനെ ഒരു പുഷ് കിട്ടുമ്പോഴും we really feel like all of our journeys, all of our effort is really worth it. Adevole when I see now my team runs the hotel on their own, ഞാൻ അവിടെ ആഴ്ചയിൽ 1-2 ദിവസം പോയാൽ മതി. അവർ നല്ല രീതിയിൽ എൻ്റെ സ്റ്റാഫും എൻ്റെ കുക്കും എല്ലാവരും നന്നായിട്ട് ഇത് റൺ ചെയ്യുന്നുണ്ട്, എൻ്റെ മാനേജറും ബോട്ട്മാനും.
അപ്പോഴും എനിക്ക് തോന്നും our entrepreneur journey is worth it. Um, and just to tell you, entrepreneurial journey വളരെ ups and downs ആണ്. Like, so as a person you have to be able to deal with everything. Qualities like resilience, creativity, uh, perseverance, ഇതെല്ലാം വളരെ important ആണ്. Because ഈ നാഷണൽ ജിയോഗ്രാഫിക്കിൽ വന്ന് പിന്നെ when we started to be full for 1 year in advance, I thought, okay, I'm set. ഞാൻ already സക്സസ് ആയി. എനിക്ക് ഓൺടർപ്രണർഷിപ്പിനെ പറ്റി എല്ലാം അറിയാം. അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് COVID-19 വന്നത്. സോ അത് നമ്മൾ മാർച്ച് ഓഫ് ലാസ്റ്റ് ഇയർ 2019 മാർച്ചിൽ ഞാനിങ്ങനെ പല സ്ഥലത്ത് ഇങ്ങനെ കേട്ടു COVID-19 ഇങ്ങനെ വരുന്നുണ്ട്. ട്രാവലേഴ്സ് ചിലപ്പം ഹോങ്കോങ്ങിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നമ്മൾ കേട്ടു തുടങ്ങി. പക്ഷെ നമ്മളിപ്പം നമ്മുടെ ബുക്കിങ്സ് വളരെ 6 months 1 year മുമ്പേ വരുന്ന കാരണം നമുക്ക് ക്യാൻസലേഷൻസ് വലുതായിട്ട് വന്നില്ല. പക്ഷെ സഡൻ ആയിട്ട് മാർച്ചിൽ ഗവൺമെന്റ് like it started to get out of control, and the government shut down international flights and they closed borders. അപ്പം നമ്മുടെ ഓൺ ഗ്രൗണ്ട് നമുക്ക് കുറെ ട്രാവലേഴ്സ് ഉണ്ടായിരുന്നു, ലൈക്ക് ഫോർ ദാറ്റ് 2 week stretch. അപ്പൊ അവരെയൊക്കെ we had to safely get them back into their home countries, and we had bookings for a full 6 to 8 months into the future. But our travelers and all of a sudden they couldn't come to us. അപ്പോൾ അതൊരു വലിയൊരു ചാലഞ്ച് ആയിരുന്നു. ലൈക്ക് ബിക്കോസ് നമ്മളിങ്ങനെ ബുക്കിങ്സിന്റെ പൈസയൊക്കെ നമുക്ക് അപ്പ് ഫ്രണ്ട് ലക്ഷങ്ങൾ കിട്ടി, സഡൻ ആയിട്ട് ഫ്ലൈറ്റ്സ് ക്യാൻസൽ ചെയ്തു. അപ്പം നമുക്ക് ഈ ഗസ്റ്റിനെ സേഫായിട്ട്, നമ്മുടെ അവിടെ ഉള്ള ഗസ്റ്റിനെ എങ്ങനെയാ സേഫായിട്ട് അവരുടെ കൺട്രിയിലേക്ക് തിരിച്ചു വിടാൻ പറ്റുന്നത്? ഓരോ സ്ഥലത്തു നിന്ന് ഫ്ലൈറ്റ്സും ബോർഡേഴ്സും അടച്ചുകൊണ്ടിരിക്കുക. അവർ ഇന്ത്യയിലാണെങ്കിൽ അവർ ക്വാറന്റീൻ പോകേണ്ടി വരും. ക്വാറന്റീന് പോവുകയാണെങ്കിൽ അവരുടെ കോസ്റ്റ് ആരാ ബെയർ ചെയ്യുന്നത്? ഇപ്പൊ അവരൊരു നമ്മുടെ പ്രോപ്പർട്ടിയിൽ 14 ദിവസം താമസിക്കുകയാണെങ്കിൽ ഗസ്റ്റ് അത് ബെയർ ചെയ്യില്ല. പിന്നെ നമുക്കത് ബെയർ ചെയ്യണമെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. പിന്നെ ഗവൺമെന്റ് അത് ബെയർ ചെയ്യോ? അങ്ങനെ കുറെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ ഈ 6 months 8 months ഇൻ ടു അഡ്വാൻസ് ഗസ്റ്റുകൾ ലക്ഷങ്ങൾ തന്നെ അത് ആസ് എ സ്മോൾ ബിസിനസ് നമ്മൾ അതെങ്ങനെ തിരിച്ചു കൊടുക്കും? നമുക്ക് ബിസിനസ് ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റാഫിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? അങ്ങനെയൊക്കെ കുറെ ചാലഞ്ചസ് ഫേസ് ചെയ്തു. പിന്നെ ആ 1.5 years ലോക്ക്ഡൗൺ വന്നപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി, ഇതൊരു ഐലൻഡിലായ കാരണം അവിടെ നമുക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല. അപ്പൊ ഈ പ്രോപ്പർട്ടി എങ്ങനെയാ നമുക്ക് മാനേജ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യാൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? അങ്ങനത്തെ കുറെ, എനിക്കൊരു 3 മാസം എൻ്റെ പ്രോപ്പർട്ടി വരെ പോകാൻ പറ്റിയില്ല, ലോക്ക്ഡൗൺ ആയിരുന്നു. അപ്പം പിന്നെ അത് തുരുത്തിലായ കാരണം മോൺസൂണിലൊക്കെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ സ്റ്റാഫിന് അവിടെ എത്തിപ്പെടാൻ പറ്റിയില്ല. അതേപോലെ ഗവൺമെന്റ് ലോക്ക്ഡൗൺ ആണോ, കണ്ടെയ്ൻമെന്റ് സോൺ ആണോ, ഓപ്പൺ ആണോ, നമുക്ക് ഗസ്റ്റിനെ എടുക്കാൻ പറ്റുമോ? അങ്ങനെ കുറെ ചാലഞ്ചസ് വന്നു. ഇപ്പൊ എൻ്റെ കുറെ കമ്പാട്രിയറ്റ്സിന്റെ ബിസിനസ്സുകൾ അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ അടയ്ക്കേണ്ടി വന്നു. അപ്പൊ അങ്ങനെ കുറെ ചാലഞ്ചസ് വന്നു. പക്ഷെ നമ്മൾ ഇത്രയും നാളെ പിടിച്ചു നിന്നു. ഇപ്പം തിങ്സ് ആർ ഓപ്പണിംഗ് അപ്പ്, സോ വി ആർ ഹോപ്പ്ഫുൾ. അപ്പോൾ അങ്ങനെ ആസ് എൻ ഓൺടർപ്രണർ യു ഹാവ് അപ്സ് ആൻഡ് ഡൗൺസ് ആൻഡ് യു ഹാവ് ടു ബി ഏബിൾ ടു ഡീൽ വിത്ത് എവറിഥിങ്. കോവിഡ് പോലത്തെ ഒരു ചാലഞ്ച് വാസ് സംതിങ് ദാറ്റ് നോബഡി ഹാഡ് ഫേസ്ഡ് ഫോർ 100 years. അപ്പം നമുക്ക് അത് എങ്ങനെയാ ഫേസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. കോവിഡ് വന്നേ പിന്നെ ഞാനിപ്പോൾ വിചാരിക്കുക, ആസ് എ ബിസിനസ് ഓണർ, a business has to have enough money to sustain yourself for a good 2 years. അങ്ങനെ ഒരു കണ്ടിൻജൻസി പ്ലാനും കൂടെ വേണം. അതേപോലെ ഇങ്ങനെ ഒരു ചാലഞ്ച് വരുമ്പം how do you engage your team? How do you keep them motivated? How do you keep yourself motivated?
as a person, as an entrepreneur, നമ്മൾ ഇത്രയും സ്ട്രെസ്സസ് എടുക്കുമ്പം as a person, what do I do? Do I take care of myself? അപ്പം അങ്ങനെ ചില കാര്യങ്ങൾ ഞാൻ ആലോചിക്കുമ്പം some things that really helped me were being able to meditate, being able to exercise, being in nature, connecting with my friends and family and telling them, these are the challenges I'm going through, connecting with other hotel owners. So all of these skills as an entrepreneur, we have to develop. But it's an amazing journey, and it's a really fulfilling journey, and it's a great learning process. Excuse me. So yeah, this is really what I wanted to share, and I'm happy to take questions. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ, അല്ലെങ്കിൽ you have any specific questions about my journey, I'm happy to answer them. So I'll pass it on over to Megha and Jiku to ask questions and open the floor to the students. Megha. Thank you, ma'am, for the wonderful section. That was pretty inspiring for us. Right now, it's time for the question and answer session. So I would like to invite Jinsi Viju for that. Mom, what were your expectations or thoughts during your transition from a white-collar job holder to a newbie tourism entrepreneur? ഞാൻ വൈറ്റ് കോളർ ആക്ച്വലി ഞാൻ അമേരിക്കയിലാണ് പഠിക്കാൻ പോയത്. സോ ഐ വെന്റ് ടു സ്റ്റഡി ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, ആൻഡ് ഐ വർക്ക്ഡ് ഫോർ എ കമ്പനി കോൾഡ് Estee Lauder. അത് വളരെ ഒരു നല്ലൊരു കമ്പനിയാണ്. ദേ ആർ ബേസ്ഡ് ഇൻ അബൌട്ട് 120 countries, and I worked in New York City. പക്ഷേ I really liked America, and I really liked adventure and New York City. പക്ഷെ for me, that working 9 to 5, അതെനിക്ക് I couldn't fit in a box and work 9 to 5. അതെനിക്ക് എൻ്റെ ക്രിയേറ്റിവിറ്റീനെ ഒരു ബോക്സ് ചെയ്യുന്ന പോലെ തോന്നി. അതേപോലെ I'm always in the office. ഈ 9 to 5 you're in the office. You don't know, പുറത്ത് എന്താ നടക്കുന്നതെന്ന് അറിയില്ല. So for me, I just wanted a kind of a job where I was outdoors and I could make my own schedule, and I could decide my day. അപ്പം അങ്ങനെയാണ് ഞാനൊരു ഓൺട്രപ്രണർ ആയാൽ നല്ലതായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. And it wasn't easy because ഞാൻ ആദ്യത്തെ വർഷം കമ്പനിയിൽ ജോലി ചെയ്തപ്പോഴത്തേക്ക് തന്നെ എനിക്ക് മനസ്സിലായി I don't want to work in the company. But I ended up working at Estee Lauder for 5.5 years. ആ 5.5 years ഞാൻ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, വേറെ കമ്പനി എങ്ങനെയാ തുടങ്ങുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ 3 ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ഫെയിലായി. So I continue to search for something that clicks, and it has to be sustainable. Or entrepreneur ആകുമ്പം you have to figure out how that business makes money and pays for you, pays for your, because we all as humans have needs, like your apartment, your living expenses, your food expenses, your family expenses. On one level, എൻ്റെ job in New York paid me very high salary, so it was meeting a lot of my needs. But creatively, I was not very happy, and I didn't like the 9 to 5 structure. അപ്പോൾ അതൊരു ലോങ് ബാറ്റിൽ ആയിരുന്നു. I would say 6 to 10 years എടുത്തു for me to really become comfortable as an entrepreneur. And ഞാൻ ഓൺട്രപ്രണർഷിപ്പ് അമേരിക്ക വിട്ടിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നപ്പം അതൊരു വലിയ ഷിഫ്റ്റ് ആയിരുന്നു. ബിക്കോസ് അമേരിക്കയിൽ ആസ് എ യങ് പേഴ്സൺ there are lots of possibilities, creatively, and to make friends, to go to concerts, to go to museums. അതൊക്കെ വിട്ടിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു, കേരളത്തിലേക്ക് വന്നു. പിന്നെ കാക്കത്തുരുത്ത് എന്ന് പറഞ്ഞൊരു ഗ്രാമപ്രദേശത്ത് ഒരു പ്രോപ്പർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നു, and dealing with union workers and dealing with banks, trying to get loans.
അതെല്ലാം ഒരു ക്വൈറ്റ് ചാലഞ്ചിങ് ആയിരുന്നു. ബട്ട് ഐ ഫീൽ ലൈക്ക് ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. സോ ഐ തിങ്ക് എക്സ്പെക്ടേഷൻസ്, ഒരു സൈഡിൽ എക്സ്പെക്ടേഷൻസ് ഉണ്ട്, മറ്റേ സൈഡിൽ റിയാലിറ്റി ഉണ്ട്, and a little bit of planning. If you want to be an entrepreneur, you have to figure the finances and you have to figure a business that makes money. Yeah. ഓക്കെ. എന്തെങ്കിലും ഓൺട്രപ്രണറിയൽ ഐഡിയ റീസെന്റ് ആയിട്ട് മാമിന് എന്തെങ്കിലും പറയാനുണ്ടോ? യെസ്. സോ ഈ കോവിഡ് ടൈമിൽ എനിക്ക് തോന്നി എൻ്റെ 2 ബിസിനസ്സും, സിൽക്ക് റൂട്ട് എസ്കേപ്സും കായൽ ഐലൻഡ് റിട്രീറ്റും, രണ്ടും ടൂറിസം സെക്ടറിലാണ്. അപ്പം വെൻ COVID-19 ഹാപ്പൻഡ്, ടൂറിസം കംപ്ലീറ്റ് ആയിട്ട് ഡെഡായി. അപ്പോൾ എൻ്റെ ട്രാവൽ ബിസിനസ്സിലും ബിസിനസ് ഇല്ലായിരുന്നു, നമ്മുടെ റിസോർട്ടിലും ലോക്ക്ഡൗൺ ആയ കാരണം ആരെയും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അന്നൊക്കെ നമ്മൾ കുറേ സ്ട്രഗിൾ ചെയ്തു. ബിക്കോസ് എനിക്ക് 15 to 20 എംപ്ലോയീസ് ഉണ്ട്. അവർക്കെല്ലാം സാലറീസും, പിന്നെ അവർ ചില കേസസ് ഉണ്ട് where both the husband and wife work at കായൽ. അപ്പം അവരുടെ ഫുൾ നീഡ്സിന് എൻ്റെ മേത്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ലൈക്ക് അവരുടെ പിള്ളേരിനെ സ്കൂളിൽ വിടാനും ട്യൂഷനും അവരുടെ അരിയും ചോറും ഇതൊക്കെ മേടിക്കാനും എല്ലാം എൻ്റെ സ്റ്റാഫ് എൻ്റെ മേത്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് 15 months നമുക്ക് റവന്യൂ ഇല്ലാതെ ആയിപ്പോയപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, നമ്മുടെ ഒരു സെക്ടറിൽ തന്നെ ബിസിനസ് വെച്ചുകൊണ്ടിരുന്ന ഇറ്റ് മേ ബി ഡിഫിക്കൾട്ട്. അപ്പം ആ ഒരു സമയത്ത് എനിക്ക് റൈറ്റിംഗ് ഭയങ്കര താല്പര്യമാണ്. So I was trying to see, can I make some money as a writer? Can I write some blogs, or can I write a book? പക്ഷെ അതൊരു ലോങ് പ്രോസസ്സാണ്. പിന്നെ കൺസ്ട്രക്ഷൻ എനിക്കൊരു ഐഡിയ കിട്ടി, ബിക്കോസ് ഐ റിയലി ലവ് കൺസ്ട്രക്ഷൻ ആൻഡ് ആർക്കിടെക്ചർ ആൻഡ് ബിൽഡിംഗ് എ സ്പേസ്. അപ്പോൾ COVID-19 ആയപ്പോൾ എൻ്റെ സിസ്റ്റർ അമേരിക്കയിലായിരുന്നു. ഷീ wanted to build a house in India. But because of COVID, she couldn't come down. So I struck a deal with my sister. ഞാൻ പറഞ്ഞു, നിങ്ങൾ അമേരിക്കയിലാണ്, ഇവിടെ വരാൻ പറ്റുന്നില്ല, ഞാനിവിടെ നാട്ടിലുണ്ട്. How about I help you build a house? I'll work with the architect, I'll work with all the people. You give me a percentage, ഒരു 7.5% of the house cost. You give it to me and I will run the whole project for you. അപ്പോൾ അങ്ങനെ ഞാൻ 8 months വെച്ച് എൻ്റെ സിസ്റ്ററുടെ വീട് ഇപ്പം നിയർലി കംപ്ലീറ്റ് ആകാറായി. അങ്ങനെ നിയർലി കംപ്ലീഷനിലേക്ക് എത്തി. ബട്ട് ഐ ലേൺഡ് എ ഗ്രേറ്റ് ഡീൽ. കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് എങ്ങനെയാണെന്ന് മനസ്സിലായി. അപ്പം ഞാൻ അങ്ങനത്തെ ഒരു ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്താലോ, ഹെൽപ്പിംഗ് അതർ പീപ്പിൾ set up a hotel. So they invest and they may not have the time or the ideas. So I will help them execute their hotel and I will charge a fee for it. അതൊരു പുതിയ ബിസിനസ് ഐഡിയ ആണ്. ഈ കോവിഡിൽ വന്ന ഒരു ബിസിനസ് ഐഡിയ ആണ്. പക്ഷെ ഐ ക്യാൻ റൺ ഇറ്റ് ഓൾ. ഇപ്പം കാക്കത്തുരുത്ത് അവരുടെ എൻ്റെ ടീം നന്നായിട്ട് റൺ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് അവിടെ വലിയ റോളില്ല, എനിക്ക് കുറെ സമയം ഇപ്പോൾ ഉണ്ട്. അപ്പം ഞാൻ ഈ ഒരു പുതിയ ബിസിനസ്സിലേക്ക് എക്സ്പെരിമെന്റ് ചെയ്താലോ എന്ന് വിചാരിക്കുക. അപ്പം എൻ്റെ സിസ്റ്ററുടെ ഹൗസ് is the first model project. നമ്മൾ എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് എന്തെങ്കിലും ഒന്ന് കാണിക്കാനുണ്ടെങ്കിൽ you can get into that business really fast. And if you do something for 9 months, I helped my sister build a house. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഗെയിൻ ആയി. So with that experience, I can build other projects. അപ്പം ഈ ഓൺട്രപ്രണറും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും എല്ലാം ഒരു ഫീസിബിൾ ഐഡിയ വേണം. ആൻഡ് യു നീഡ് ടു എക്സിക്യൂട്ട് ഇറ്റ് ആൻഡ് യു നീഡ് ടു ഷോ ദാറ്റ് ഇറ്റ്സ് എ സക്സസ്. ഒരു ചെറിയ രീതിയിൽ അത് സക്സസ് ആണെങ്കിൽ then you can do it more and more. ഇപ്പം ലോക്കൽ ടൂറിസം ആണല്ലോ കൂടുതലും ഗവൺമെന്റ് ആണെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം ഡു യു തിങ്ക് ഇറ്റ് വിൽ ബി ഇനഫ് ടു കീപ് ദ ഇൻഡസ്ട്രി അണ്ടിൽ ഫുൾ റിക്കവറി? കേരള ഹോട്ടലിയേഴ്സ് എല്ലാവരും ഡിപ്പെൻഡ് ചെയ്തത് ഫോറിൻ ടൂറിസ്റ്റിനെയാണ്. ബട്ട് യു നോ വെൻ എ ചാലഞ്ച് ഹാപ്പൻസ്, ഇപ്പം നമുക്ക് മനസ്സിലായി ഫോറിൻ ടൂറിസ്റ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട്
നമുക്കൊരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. സോ we have to do a mix. Pre-COVID നമുക്ക് 90% of travelers foreign travelers ആയിരുന്നു. അപ്പൊ ഇപ്പം നമ്മള് നമ്മുടെ ഓക്യുപ്പൻസി പിക്കപ്പ് ആയി വരുന്നുണ്ട്. ഇന്ത്യൻ ട്രാവലേഴ്സ്, ഞാൻ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ കൊണ്ടുവന്ന് കൊളാബറേറ്റഡ് വിത്ത് ദം. ഓൾസോ വി ഫിഗർഡ് ഔട്ട് വാട്ട് കൈൻഡ് ഓഫ് ഇന്ത്യൻ ട്രാവലേഴ്സിന് എന്താ ഇഷ്ടം, അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് പ്രൊമോട്ട് ചെയ്തു. പക്ഷേ ഐ തിങ്ക് ആസ് എ ഹോട്ടൽ ഇൻഡസ്ട്രി ആൻഡ് ആസ് എ ടൂറിസം ഇൻഡസ്ട്രി ഇന്ത്യൻ ടൂറിസ്റ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റിയില്ല. ബട്ട് ഇറ്റ് ഈസ് എ ഗുഡ് ഐഡിയ ടു also cater to the Indian travelers. As a business, it's a good idea to have a product for both Indian travelers and as well as a Western traveler. Because in that situation, we should know how to survive. You know, it could be like a war when the borders are close. You know, then we have to be able to cater to local audience. I've read many stories of restaurants and people, you know, that hotel shut down ആയി. പക്ഷെ ഇപ്പൊ അവര് നല്ലപോലെ റെസ്റ്റോറന്റ് ആയിട്ട് ലോക്കൽ ടൂറിസ്റ്റിനെ വെച്ച് നടത്തുന്നുണ്ട്. So it is possible, and as entrepreneurs we have to think about it. Okay, ma'am. Why did you name your travel company Silk Route Escapes? Yeah. So Silk Route or Silk Road was a trade route, and അതിലെ കൂടെ കുറെ ആൾക്കാർ ഇങ്ങനെ ട്രേഡുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. And Kerala had a very significant role in that trade route. A lot of Kerala's history Silk Roadum Silk Route-ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ആണ്. You know, the Portuguese and Dutch and Britishers വന്നത്, അതിന്റെ മുമ്പേ Arabs വന്നതും. So I just wanted to you know, explore a little bit on that. Okay, ma'am. As a woman entrepreneur, what difficulties do you face? Sorry, I didn't hear that. ഒരു വുമൺ ഓൺടർപ്രണർ എന്ന നിലയിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് മാം നേരിട്ടിട്ടുണ്ട്? Yeah. As an entrepreneur itself, എനിക്ക് തോന്നുന്നു വളരെ ഡിഫിക്കൽട്ടാണ്. because it's a very like challenging or tough journey. അത്ര like, you know, society already നമ്മളെ ഒരു വേറൊരു രീതിയിൽ ലൈക്ക് ആണ് കാണുന്നത്. ലൈക്ക് മേ ബി നൗ ഇറ്റ് ഇസ് എ ലോട്ട് മോർ ആക്സെപ്റ്റഡ്. പക്ഷെ ഞാനൊരു 10 വർഷം മുമ്പേ ആ സിൽക്ക് റൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. സോ യു നോ, ലൈക്ക് ഞാൻ അമേരിക്കയിൽ ജോലിയിൽ പോയപ്പോൾ എൻ്റെ അമ്മ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു എല്ലാവരോടും, എൻ്റെ മോൾ അമേരിക്കയിൽ എൻജിനീയറാന്ന് പറയാൻ. പക്ഷെ ഞാൻ അത് വിട്ടിട്ട് തിരിച്ച് ഇന്ത്യയിൽ വന്ന് ട്രാവൽ കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പം എൻ്റെ റിലേറ്റീവ്സ് ഒക്കെ അമ്മയോട് ചോദിക്കും മോളെന്താ ചെയ്യുന്നതെന്ന്. അപ്പം അമ്മ പറയും, പുള്ളിക്കാരി എൻജിനീയർ ആണ്, അമേരിക്കയിൽ ജോലിയായിരുന്നു. ആൻഡ് ദെൻ അത് കഴിഞ്ഞ് പുള്ളിക്കാരി ഞാനിപ്പോ എന്താ ചെയ്യുന്നതെന്ന് പറയില്ല. അപ്പൊ ഞാൻ അമ്മയോട് ചോദിച്ചു, ഇതെന്താ ഞാനിപ്പോ ട്രാവൽ കമ്പനി റൺ ചെയ്യുന്നെന്ന് എന്താ പറയാത്തത്? അപ്പൊ പുള്ളിക്കാരി പറയും, നീ ടൂർ ഗൈഡ് ആണെന്ന് പറയണോ? അപ്പൊ even as a mother, you know, she in the beginning was more comfortable to say, you know, I have a job in America. അപ്പൊ ആ ഓൺട്രപ്രണറിനെ അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ എനിക്ക് തോന്നുന്നു സൊസൈറ്റി, ബിക്കോസ് യു നോ ഇറ്റ്സ് ഡിഫറെന്റ്. നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫെയിൽ ആകാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ നമ്മൾ ഫെയിൽ ആവും. സോ ദാറ്റ്സ് വൺ ആംഗിൾ. Women, as a woman in India, and I think anywhere, it's really difficult because ഞാൻ ഈ ഹോട്ടലിയേഴ്സിന്റെ അസോസിയേഷനിൽ മീറ്റിംഗ്സിലൊക്കെ ഇരിക്കുമ്പം I think that they are mostly men. Maybe there are 1 or 2 women. So we are underrepresented. അതേപോലെ കാക്കത്തുരത്തിൽ ഞാൻ ആദ്യം പ്രോജക്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പം ഞാൻ ടോക്കിൽ പറഞ്ഞല്ലോ, അവരെപ്പോഴും സാർ എവിടെ എന്നാ ചോദിക്കുന്നത്. സോ ദേ തിങ്ക് ദറ്റ് സാറാണ് ഡിസിഷൻസ് യു നോ, മേക്കിംഗ് ഓൾ ഓഫ് ദ ഡിസിഷൻസ്. അതേപോലെ ബാങ്കിൽ പോകുമ്പം നമ്മളൊരു
ഒന്നാമത് ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം ഇസ് നോട്ട് വെരി ഫ്രണ്ട്ലി ടുവേർഡ്സ് ഓൺട്രപ്രണേഴ്സ്. അവരൊരു സേഫ് റൂട്ടാണ് നോക്കുന്നത്. ലൈക്ക് ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കൊളാട്രൽ ബേസ്ഡ് ആണ്. ലൈക്ക് ഇപ്പം നമ്മളൊരു ലോൺ എടുക്കുവാണെങ്കിൽ ഒരു കൊളാട്രൽ കൊടുത്താൽ നമ്മൾ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവർക്ക് ആ ലാൻഡ് ജപ്തി ചെയ്യാൻ പറ്റുന്ന ആണെങ്കിൽ അവർ ലോൺ തരും. പക്ഷെ ഒരു ഓൺട്രപ്രണറിന് ഒരു ഐഡിയ ഉണ്ട് and you go to the bank, they are not very friendly or feasible about it. പിന്നെ അതിന്റെ മേളിൽ അതൊരു വുമൻ ഓൺട്രപ്രണർ ആണെങ്കിൽ കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആണ്. ലൈക്ക് യുനോ യാ. പിന്നെ അതും യങ് വുമൻ ഓൺട്രപ്രണർ ആകുമ്പോൾ കുറച്ചുകൂടെ അവര് ഡൗട്ട്സോടെ കൂടെയാണ് നോക്കുന്നത്. ബിക്കോസ് ദേ ഡോണ്ട് തിങ്ക് എ യങ് വുമൻ ക്യാൻ make something happen. Or I'm sure it's the same, possibly it's the same for men, male entrepreneurs as well. But there are many positives as well. Like ഒരു woman ആകുമ്പം കുറെ കാര്യങ്ങൾ നമുക്ക് ഈസിയും കൂടെയാണ്. Like we can get a lot of things done easier. There are some special privileges. Women ആകുമ്പോൾ ഒരു റെസ്പെക്റ്റും കിട്ടും. ചില സമയത്ത് വിമൻ ആകുമ്പോൾ ഇറ്റ് ഇസ് ഈസിയർ, ചില സമയത്ത് ഇറ്റ്സ് മോർ ഡിഫിക്കൾട്ട്. വുമൻ ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ പീപ്പിൾ ട്രസ്റ്റ് ദാറ്റ് ബിസിനസ് എ ലോട്ട് മോർ. ഞാനൊരു വുമൻ ഓൺട്രപ്രണർ ആയ കാരണമായിരിക്കും എനിക്ക് ഇത്രയും പ്രസ് കവറേജും അക്സെപ്റ്റൻസും കിട്ടിയത്. ഒരു ബിക്കോസ് വിമൻ ആർ നോട്ട് മെനി വിമൻ ഡു ബിസിനസ്സസ് ഓർ ഡു സച്ച് കൈൻഡ് ഓഫ് ബിസിനസ്സസ്. So there are pluses and minuses. ഓക്കെ മാം. കേരളം ആണെങ്കിൽ ഇപ്പം ഫ്ലഡിന്റെ പ്രോബ്ലംസ് ഒത്തിരി വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നുണ്ടല്ലോ. അപ്പം എപ്പോഴെങ്കിലും മാമിന് ഈ ബാക്ക് വാട്ടർ ഐലൻഡ് കൊണ്ട് ആ ഒരു റിസോർട്ട്, അവിടെ ഒരു ലൊക്കേഷൻ വെള്ളപ്പൊക്കം കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? യാ, ആദ്യത്തെ കേരള ഫ്ലഡ് വന്നല്ലോ, അന്ന് ബാക്കി എല്ലാ സ്ഥലത്തും ഇങ്ങനെ വെള്ളപ്പൊക്കം വന്നു, എയർപോർട്ടിൽ വെള്ളം പൊങ്ങി, പല സ്ഥലത്തും പൊങ്ങി. അന്നൊക്കെ നമുക്ക് കായലിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും ചോദിച്ചു കായലില് കാക്കത്തുരത്തില് വെള്ളപ്പൊക്കം വന്നു. പക്ഷെ അവിടെ വെള്ളപ്പൊക്കം വരാൻ വെരി ഡിഫിക്കൽട്ട് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഐലൻഡ് 4 kilometers ലോങ് ആണ്, 1 kilometer വൈഡ് ആണ്. എന്നിട്ട് അത് കിലോമീറ്റർ കണക്കിന് ബാക്ക് വാട്ടറുടെ ഇടയിലാണ്. അപ്പൊ അവിടെ വെള്ളം പൊങ്ങണമെങ്കിൽ അത്രയും വെള്ളം വരണം. അതേപോലെ അവിടെ ടൈഡിനോട് കണക്റ്റഡ് ആണ്. സോ വെള്ളം ഹൈ ടൈഡ് വന്ന ഏറ്റവും ഒരു ലെവൽ വരെ വരും, പിന്നെ അത് സീയിലേക്ക് പോകും ലോ ടൈഡ് ആകുമ്പോഴത്തേക്ക്. അപ്പൊ ഞാൻ എല്ലാവരോടും ഈ കേരള ഫ്ലഡ് വന്ന് എല്ലാ സ്ഥലത്തും റെസ്ക്യൂ മിഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരോടും പറയായിരുന്നു കായലിൽ ഇതുവരെ, കാക്കത്തുരത്തിലും കായലിൽ ഇതുവരെ വെള്ളം പൊങ്ങിയിട്ടില്ല. നമ്മൾ ഗസ്റ്റിനെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തോണ്ടിരുന്നു. പക്ഷെ എല്ലാ സ്ഥലത്തും വെള്ളം താന്ന് തുടങ്ങിയപ്പം, ലൈക്ക് മൗണ്ടൻസിൽ നിന്ന് വെള്ളം താന്ന് ഈ സീ ലെവലിലേക്ക് വന്നപ്പം, ഐ തിങ്ക് ഇറ്റ് വാസ് August 20th or something, ബാക്ക് വാട്ടറിൽ അന്ന് വെള്ളം നല്ലപോലെ പൊങ്ങാൻ തുടങ്ങി. അപ്പൊ അന്ന് നമുക്ക് 2 ഗസ്റ്റും ഉണ്ടായിരുന്നു, സ്റ്റാഫും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ബോട്ട് സാധാരണ വെള്ളം ഫെറി വരെ വരും, ജെട്ടി സൈഡ് വരെ വരും. പക്ഷെ അന്ന് രാവിലെ വെള്ളം പൊങ്ങി 1 meter, നിയർലി 1 meter വെള്ളം പൊങ്ങി. സോ വി ഹാഡ് ടു ഇവാക്യുവേറ്റ് ദ ഗസ്റ്റ്. നമ്മുടെ ബോട്ട് റൂം വരെ എത്തി, വെള്ളം അത്രയും പൊങ്ങി. അപ്പൊ നമ്മൾ ഗസ്റ്റിനെ ബോട്ടിലിട്ട് തിരിച്ച് ജെട്ടിയിലേക്ക് എത്തിച്ചു. കൊച്ചി എയർപോർട്ട് അന്ന് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പൊ അവരെ ട്രിവാൻഡ്രം എയർപോർട്ടിലേക്ക് വിട്ടു. പിന്നെ നമ്മുടെ എല്ലാ ബെഡും മാട്രസും എല്ലാം നമ്മൾ കുറെ സാധനങ്ങൾ സ്റ്റാക്ക് ചെയ്ത് അതിന്റെ മേത്ത് വെച്ചു. നമ്മുടെ ഫർണിച്ചറൊക്കെ വെള്ളത്തിലായിപ്പോയി. അങ്ങനെ ഒരു 10 ദിവസം നിയർലി 1 meter വെള്ളം ഉണ്ടായിരുന്നു കാക്കത്തുരത്തില്. കാക്കത്തുരത്തിന്റെ 600 വില്ലേജേഴ്സ് എല്ലാവരും റെസ്ക്യൂ ക്യാമ്പിലേക്ക് പോയി. നമ്മുടെ ബോട്ടുകൾ നമ്മൾ റെസ്ക്യൂ മിഷനിലേക്ക് കൊടുത്തു, ആൾക്കാരെ അങ്ങോട്ട് വിടാൻ. ഒരു ചുമരുണ്ടായിരുന്നു നിയർലി 20 meters. അത് ഇങ്ങനെ വെള്ളം ഒരാഴ്ച ഇങ്ങനെ നിന്നപ്പം
ആ മതിൽ താഴെ വീണു, നെയ്ബറിന്റെ വീട്ടിലേക്ക് വീണു. അപ്പൊ അങ്ങനെയൊക്കെ കുറെ ഡിഫിക്കൽട്ടീസ് അന്ന് വന്നിരുന്നു. പക്ഷെ കേരള ഫ്ലഡ് വന്ന് വെള്ളം പോയി കഴിഞ്ഞപ്പോൾ നമ്മളൊരു ചെറിയ ഇൻഫ്രാസ്ട്രക്ചർ ആ മതില് വീണ്ടും ഒരു 5-7 ലക്ഷം കൊടുത്ത് പണിതു. എന്നിട്ട് ഉടനെ ഫ്ലൈറ്റ് ഓപ്പൺ ആയപ്പോൾ ഗസ്റ്റ് വരാൻ തുടങ്ങി. പക്ഷെ COVID-19 വന്നപ്പം നിയർലി 1.5 years ഗസ്റ്റ് വന്നില്ലായിരുന്നു. അപ്പൊ രണ്ടും ഒരു 2 ഡിഫറെന്റ് കൈൻഡ് ഓഫ് ചാലഞ്ച് ആയിരുന്നു. പക്ഷെ ഇഫ് യു തിങ്ക് അബൌട്ട് ടൂറിസം, ഈ ഒരു 2-3 വർഷമായിട്ട് കേരള ടൂറിസം is been going through a lot of challenges. Yeah. ഓക്കെ മാം. നമ്മുടെ നാട്ടിലുള്ളവര് അബ്രോഡ് പോയിട്ട് തിരിച്ചു വന്ന് ഈ നാട്ടിൽ തന്നെ ബിസിനസ് ഓപ്പൺ ചെയ്യുന്നു. എന്നാൽ ഇവിടെ ഉള്ളവർ മറ്റു രാജ്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു മനോഭാവത്തോട് മാമിന്റെ ഒപ്പീനിയൻ എന്താ? അത് ഓരോപേരുടെ താല്പര്യവും ഓരോപേരുടെ ഓപ്പർച്യൂണിറ്റിയും, വാട്ട് ഓപ്പർച്യൂണിറ്റി യു വോണ്ട് ടു എക്സ്പ്ലോർ ആണല്ലോ. ഇപ്പൊ കേരളത്തില് ആസ് എ യങ് പേഴ്സൺ കുറെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, ബിക്കോസ് അത്ര വലിയ ഇൻഡസ്ട്രീസ് ഇവിടെ ഇല്ല. So people go to Bangalore, people go to Bombay, people go to Delhi, and people go abroad to study. എനിക്ക് തോന്നുന്നു അതിനൊന്നും തെറ്റില്ല. നമ്മൾ പുറത്തേക്ക് പോകുന്നതിൽ തെറ്റില്ല, തിരിച്ച് വന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല. എല്ലാം എനിക്ക് തോന്നുന്ന ഒരു എക്സ്പീരിയൻസിന്റെ ഭാഗമാണ്. ഞാൻ അമേരിക്കയിൽ പോയി തന്നെ ജീവിച്ചു, തന്നെ അവിടെ ജോലി ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് എന്നെ ഷേപ്പ് ചെയ്തു. ഒരു പക്ഷെ അത് കാരണമായിരിക്കും എനിക്ക് തിരിച്ചു വന്നിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത്. സോ ഐ ഫീൽ എക്സ്പീരിയൻസ് ഇസ് എ ഗ്രേറ്റ് തിങ്. നമുക്ക് എത്രത്തോളം എക്സ്പീരിയൻസ് ഗ്യാദർ ചെയ്യാൻ പറ്റും അതെല്ലാം നല്ലതാണ്. ഇപ്പൊ വെറുതെ വീട്ടിൽ ഇരിക്കുന്നേക്കാളും നല്ലത് പുറത്തു പോയി പഠിക്കുകയോ ജോലി ചെയ്യുകയോ ആണ്. അല്ലെങ്കിൽ ഇരിക്കുന്നേക്കാളും നല്ലത് ഒരു ഓൺട്രപ്രനോറിയൽ ബെൻഡ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നത് ആണ് നല്ലത്.